ഹായ്. ആ ഊത്തന്മാരിറങ്ങിയിട്ടുണ്ടല്ലോ. അല്ല ഊത്തന്മാരെ, ഒരു ചോദ്യം ചോദിക്കട്ടെ. ഇങ്ങളെ ഊത്തന്മാരുടെ ഡ്രൈവർ മാത്രം ഡ്രൈവറായിട്ടുള്ളൂ? വേറെ ആരെയും ഡ്രൈവറായിട്ട് നിങ്ങൾ അംഗീകരിക്കത്തില്ലേ? എനിക്ക് ഒരു ഹെൽപ്പ് ചെയ്യാം. നിങ്ങൾ എത്ര പേര് ഡ്രൈവറുണ്ട് അവരൊന്ന് കമൻറ്റ് ചെയ്തേ. അറിയാമല്ലോ ഇവറ്റുകളുടെ ഈ വൃത്തികെട്ട രീതി എന്താണെന്ന്. ഈ KSRTC സത്യത്തിൽ ഡ്രൈവ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. ഹാഷ് ഡ്രൈവിംഗ് അല്ലേ? റോഡിലുള്ള ഏതെങ്കിലും ഒരു ജീവികളെ അവർ കൺസിഡർ ചെയ്യുന്നുണ്ടോ? സൈക്കിളുകാരനൊക്കെ ആ ഏരിയ പോയാൽ പറന്നു പോകണം. സത്യത്തിൽ KSRTC വരുന്നുണ്ടേ എല്ലാവരും മാറി നിൽക്കണേന്നാണ് എനിക്ക് പറയാനുള്ളത്. മേയർ വരുന്നുണ്ട് മാറി നിൽക്കണമെന്ന് പറഞ്ഞാൽ ആ പെൺകൊച്ചിനെ കളിയാക്കാൻ പോകുന്നതിന് മുമ്പ് സ്വന്തം ഡ്രൈവർക്ക് എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കാം. ഇപ്പം ഇത് രാഷ്ട്രീയമായി ഇത് തൂക്കിക്കൊണ്ട് പോകേണ്ട കാര്യമൊന്നുമില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. തീർത്തും അപലപനീയമായ ഒരു ഇതാണ് ഈ കോൺഗ്രസ്സുകാരന്മാർക്ക് ഒരു ബോധവും ഇല്ലെന്ന് പറയുന്നത്. ഊത്തന്മാരങ്ങോട്ട് ഇറങ്ങിക്കിടന്ന് ബഹളം വെച്ച് കഴിഞ്ഞാൽ ഉടനെ ഇതങ്ങോട്ട് സോൾവ് ആകുന്ന. ഇതിനകത്ത് ഒരു രാഷ്ട്രീയവും കാണേണ്ട കാര്യമില്ല. ആ പെണ്ണിനുണ്ടായിരുന്നു തീർച്ചയായിട്ടും. മേയർ വന്നുകൊണ്ട് വഴിമാറി പോകണമെന്നല്ല, അതിന് മുമ്പ് വന്ന വണ്ടികളെയൊക്കെ ഇയാൾ ഭയങ്കര ഹാഷായിട്ട് ഡ്രൈവ് ചെയ്തതിന് തെളിവ് അവരുടെ കയ്യിലുണ്ട്. ഇനി അതൊന്നും ഇല്ലെങ്കിൽ തന്നെ തിരുവനന്തപുരം നഗരം മുഴുക്ക CCTVയിലാണുള്ളത്. അതിൽ നിന്ന് എടുത്താൽ അയാളുടെ ഡ്രൈവിംഗ് രീതി മനസ്സിലാക്കാൻ പറ്റും. ഇതിനു മുമ്പ് കേസുള്ളൊരു വ്യക്തിയാണ്. യദുവിനെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നവർക്ക് ഒറ്റ കാര്യം മനസ്സിലാക്കാം. യദു പല സിമ്പതിയും പറയും. അച്ഛനില്ലാത്ത കുട്ടിയെ അമ്മയില്ലാത്ത കുട്ടിയെ വളർത്തുകയാണ്, എനിക്ക് ഒരു കുഞ്ഞുണ്ട്, മേയർക്കൊരു കുട്ടിയുണ്ട്. ഇത്തരം സില്ലി മാറ്റേഴ്സ് പറയുന്നതിന് മുമ്പ് താൻ ചെയ്ത ചെയ്ത്തെന്താണെന്ന് മനസ്സിലാക്കുക. നമുക്ക് കാത്തിരിക്കാൻ ഒരു കുഞ്ഞുണ്ട്, നമ്മുടെ വീട്ടിലൊരു കുടുംബമുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ തോന്നിവാസം പറയത്തില്ല. ഒരു സ്ത്രീയാണ്, ഇപ്പം മേയറാണെന്നത് മാറ്റി നിർത്തുക. ഒരു സ്ത്രീയല്ലേ, അപമാനിക്കേണ്ട ഒരു ലെവലില്ലയോ? ആംഗ്യ ഭാഷയിൽ കൂടെ അപമാനിച്ചാൽ ഇത് ഈസി ആകുമെന്ന് വിചാരിച്ചത് എവിടുന്നാണ്? ഒരു കാരണവശാലും അയാൾ ചെയ്ത തെറ്റിനെ ന്യായീകരിക്കാൻ പറ്റത്തില്ല. തെറ്റ് തന്നെയാണ്. മേയറിനെ ഇൻസൾട്ട് ചെയ്യാനും അല്ലെങ്കിൽ ഇത് രാഷ്ട്രീയവൽക്കരിക്കാനും മറ്റുള്ളവർ ശ്രമിക്കുന്ന ശ്രമം കാണുമ്പോൾ പുച്ഛം മാത്രമാണ് തോന്നുന്നത്. സത്യത്തിൽ പറഞ്ഞാൽ പരമ പുച്ഛമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. 10 മണി സമയത്ത് അങ്ങനെ ഒരു യാത്ര നടത്തുന്ന സമയത്ത് ഇതുപോലെ ഓവർടേക്ക് ചെയ്യുക, ഇടതുവശത്തുകൂടെ കയറി പോവുകയൊക്കെ ചെയ്താൽ നമ്മളൊന്ന് പകയ്ക്കും. ചില സമയത്ത് ഉറക്കപ്പിച്ചിലുള്ളവരാണെങ്കിൽ ചിലപ്പോൾ അത് മതി വണ്ടി സ്കിഡ് ചെയ്തിട്ട് ആളുകളെല്ലാം മരണപ്പെടാൻ ചാൻസ് ഉണ്ട്. വാഹനം ഒരുപാട് കൂടിയത് കൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ ഒരു അപകട സാധ്യതയോ അതിൽ നിന്നുണ്ടാകുന്ന നഷ്ടങ്ങളോ ഒന്നും മനസ്സിലാകാത്തതുകൊണ്ടാണ്. തലയുടെ ഏതെങ്കിലും ഒരു ഭാഗം ചുമ്മാ ഒന്ന് ഇടിച്ചാൽ പോലും കോമയിലേക്ക് മനുഷ്യൻ പോകാം. നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് നിരത്തിൽ ഇറങ്ങുമ്പോൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത് എന്നുള്ള ഒരു ഉത്തരവാദിത്വം കൂടെ നമ്മുടെ തലയിലുണ്ട്. ഒരു ആക്സിഡന്റ് ഉണ്ടായാൽ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എത്രത്തോളം ഉണ്ടാകുമെന്നുള്ള നേർസാക്ഷ്യമുണ്ട്. ഒരുപാട് പേര് എക്സ്പീരിയൻസ് ആണ്. പ്രത്യേകിച്ച് KSRTC ബസ് കാണുമ്പോൾ തന്നെ എനിക്ക് പേടിയാണ്. ഞാൻ സൈഡിലാക്കി കൊടുക്കും, പൊയ്ക്കോട്ടെ എന്ന് വിചാരിക്കും. അത്ര തീവ്രമായി അത്ര വൾഗറായിട്ടാണ് അവരത് ഓടിക്കുന്നത്. പലരും ഇതൊക്കെ എടുത്തു വെച്ചിട്ട് ഇതായിട്ടിടും, ഷോർട്സ് ആയിട്ടിടും, ചെങ്കീരിയിടുക, പിന്നെ മാസ് ഡയലോഗ് ഇടും, ചക്കതജാൻ പല രീതിയിലുള്ള വോയിസുകൾ ഇട്ട് കൊടുക്കും ഇവർ വണ്ടിയൊക്കെ വളയ്ക്കുന്നത് കാണുമ്പോൾ. എത്ര മനുഷ്യരാണ് ഒരു ബസ്സിൽ കപ്പാസിറ്റി എന്നറിയുമോ? അത്രയും മനുഷ്യരുടെ ലൈഫ് റിസ്കിലാക്കിക്കൊണ്ട് ഇവരെ ചകചാ കണ്ടുകൊണ്ട് പുല്ലരിക്കുന്നത് ആർക്കാണെന്ന് എനിക്കറിയത്തില്ല. രോമാഞ്ചിഫിക്കേഷൻ ഉണ്ടാകും എന്നാണ് പറയുന്നത്. ഇത് തീർച്ചയായിട്ടും ഒരു നല്ല നടപടിയല്ല. ഈ ഒരു വൃത്തികെട്ട രീതിയിൽ ഇവരെ ബൂസ്റ്റപ്പ് ചെയ്യുന്നത് തീർച്ചയായിട്ടും നല്ലത്. യൂണിറ്റി വേണ്ട എന്ന് പറയുന്നില്ല, പക്ഷെ ആ യൂണിറ്റി നല്ലതിന് ഉപയോഗിക്കുമ്പോഴാണ് ശരിയായ മാർഗം. അയാൾ ചെയ്തത് തെറ്റ് തന്നെയാണ്. ഈ യൂണിറ്റി വേണ്ടത് മേയർക്കെതിരെ നടപടിയെടുക്കുക എന്നുള്ള കാര്യത്തിലാണ് വേണ്ടത്, അല്ലാതെ അവരെ അവഹേളിച്ചുകൊണ്ട് ഇയാളെ ബൂസ്റ്റപ്പ് ചെയ്യുന്ന കാര്യത്തിലല്ല. ഇയാളും തെറ്റുകാരനാണ്, അവരും തെറ്റുകാരിയാണ്. ഈ രണ്ടുപേരുടെയും തെറ്റ് കൃത്യമായി മനസ്സിലാക്കി അതിനെതിരെ നിൽക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞ ഒരു രാഷ്ട്രീയക്കാരൻ ഇപ്പോൾ ചെയ്യേണ്ടത്. പകരം കോൺഗ്രസ് ഇതൊരു പരിപാടിയാക്കി എടുത്ത് ഊത്തിക്കൊണ്ട് നടന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അപലപനീയമെന്നല്ല, അതിനകത്ത് മറ്റൊന്നും പറയാനില്ല. വൃത്തികെട്ട ഒരു കാര്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം. തീർച്ചയായിട്ടും ആ പെൺകുട്ടിക്കും കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടികൾക്ക് നേരിട്ട ഒരു അപമാനം നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട്. പിന്നെ സഹോദരനാണ് വണ്ടി ഓടിച്ചതെന്ന് പറയുന്നു. ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ സഹോദരനല്ലേ വരേണ്ടത്? ആ സ്ത്രീ അപമാനിച്ചതിന് ഇയാൾക്കെതിരെ കേസുണ്ടെങ്കിൽ തിരിച്ച് അതുപോലെ തന്നെ ആ സഹോദരനെതിരെയാണ് കേസ് വരേണ്ടത്.
മേയർക്കെതിരെയും വരാം, കാരണം തടസ്സപ്പെടുത്തിയിട്ടുണ്ട്. സോ ഓൾ ടോട്ടൽ അവർക്കെതിരെ നിയമം കൊണ്ട് നേരിടൂ, നിയമം കൊണ്ട് അവരെ നേരിടൂ എന്നതല്ലേ. സമരം കൊണ്ടാണോ? സമരം എടുത്ത ഉടനെ എന്ത് കിട്ടുമെന്നാണ് അവരെ കുറെ കളിയാക്കാം, മൊത്തത്തിൽ വക്രീകരിക്കാം. ഇത് ഈ രാഷ്ട്രീയമായിട്ട് ഇതിന് പോകുമ്പോൾ ഇതിന് വേറൊരു തലം വരും. KSRTCയുടെ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഗണേഷ് ആണ് അതിന്റെ ആള്, അപ്പൊ പുള്ളിക്കാരനാണ് അതിന് ശരിക്കും ആക്ഷൻ എടുക്കേണ്ടത്. ആക്ഷൻ എടുക്കുക, റിയാക്ട് യുവർ സെൽഫ് ഈ ഒരു സ്പെസിഫിക് സാധനം വെച്ചിട്ട്. അപ്പോഴും ഞാൻ പറയുന്നു, ഇവർക്ക് മൂക്ക് കയറിടേണ്ട ഒരു ആവശ്യഘട്ടമുണ്ട്. ഇത് തിരിഞ്ഞ് കൊത്തു എന്നുള്ളത് തർക്കിക്കേ വേണ്ട. കാരണം ഒരുപാട് ഡ്രൈവേഴ്സിന് എക്സ്പീരിയൻസ് ഉള്ള ഒരു കാര്യമാണ്. ഇത്തരത്തിൽ ഹാർഷ് ഡ്രൈവിങ്ങിന്റെ എക്സ്പീരിയൻസ് ഉള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ അത്രയും പേരുടെ ഫീലിങ്സിനെ ഹേർട്ട് ചെയ്തുകൊണ്ട് ഈ പച്ചപ്പോക്കരത്തരം കാണിക്കുന്നതിന് അനുകൂലിച്ച് നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ഈ വിഷയത്തിൽ ഈ പറയുന്ന മേയർക്കൊപ്പം നിൽക്കേണ്ടി വരും. കാരണം മേയർ ശരിയാണ് എന്നുള്ളതല്ല, ഈ ഒരു വസ്തുത തീർച്ചയായിട്ടും എടുത്തു പറയേണ്ടതുണ്ട്. രാത്രി പാതിരാത്രിക്ക് വണ്ടി ഓടിക്കുമ്പോൾ കുറച്ചുകൂടെ കെയർഫുൾ ആയിട്ട് ഓടിക്കുക എന്നുള്ളൊരു വിചിന്തനം അയാൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതിന് പകരം അയാളെ തൂക്കി തലയിൽ വെച്ച് മേയർക്കെതിരെ നിൽക്കുന്നതിന് തീർച്ചയായിട്ടും നടപടിയാവുന്നതല്ല. മേയർ ചെയ്ത തെറ്റ് ഇവിടെ ഉണ്ട്, അത് എടുത്തു കാണിച്ച് PDPP ആക്ട് പ്രകാരം അവർക്കെതിരെ കേസെടുക്കുകയും അവരാണെങ്കിൽ പോലും നിയമം അതിനെതിരാണ്, നിയമം അതിന് കൂടെ നിൽക്കില്ല എന്ന് കാണിച്ചു കൊടുക്കാൻ സാധിക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യം. അല്ലാതെ ഈ ഷോ ഓഫും ആ പെൺകുട്ടി അവഹേളിക്കാനും നിൽക്കുന്നത് പച്ചപ്പോക്കൃതരമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്ത് അറിയിക്കുക. താങ്ക് യു സോ മച്ച്.